ഹലോ, ഞാൻ ആതിര. എല്ലാവർക്കും ലൈഫ് ആൻഡ് മേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ സിങ്കോണിയം പ്ലാന്റ്സിനെ പറ്റിയിട്ടാണ്. ഈ സിങ്കോണിയം പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഒരു എയർ പ്യൂരിഫയിങ് പ്ലാന്റ് കൂടിയാണ്. നമ്മുടെ നാസ റെക്കമെൻഡ് ചെയ്ത ഒരു എയർ പ്യൂരിഫയിങ് പ്ലാന്റ് ആണ്. അപ്പോൾ നമുക്ക് സിങ്കോണിയത്തിൻ്റെ എൻ്റെ കയ്യിലുള്ള കുറച്ച് കളക്ഷൻസ് ഉണ്ട്, ഒരു 10-11 വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതും ഒന്ന് പരിചയപ്പെടാം. അതുകൂടാതെ നമുക്ക് സിങ്കോണിയത്തിൻ്റെ കെയറും പ്രൊപ്പഗേഷനും ഒക്കെ നോക്കാം. നമ്മുടെ സിങ്കോണിയം എന്ന് പറയുന്ന പ്ലാന്റ് ബോത്ത് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ആണ്. അപ്പോൾ ഇൻഡോർ ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റിയൊരു ചെടിയാണ്, അതുപോലെ തന്നെ ഔട്ട്ഡോർ ആയിട്ടും വെച്ച് വളർത്താൻ പറ്റിയതാണ്. ഇപ്പോൾ ഔട്ട്ഡോർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും നല്ല ഭയങ്കര വെയിലത്ത് നമുക്ക് കൊണ്ടുവന്ന് വെക്കാമെന്ന്. ഒരിക്കലും അല്ല കേട്ടോ. വലിയ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വളരുന്ന ഒരു പ്ലാന്റ് അല്ല നമ്മുടെ സിങ്കോണിയം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഇൻഡോർ വെക്കുക എന്ന് പറയുമ്പോൾ വീടിനകത്ത് വെക്കുക. ഔട്ട്ഡോർ എന്ന് പറയുമ്പോൾ നമുക്ക് ബാൽക്കണിയിലോ സിറ്റ് ഔട്ടിലോ വരാന്തയിലോ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ്. നല്ല കളർഫുള്ളായിട്ടുള്ള ലീവ്സാണ് അതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോനകത്ത് അഗ്ലോണിമ കണ്ടില്ലായിരുന്നു ഇലച്ചെടിയായിട്ട്. അപ്പോൾ അതുപോലെ 2 സെക്കൻഡായിട്ട് നമുക്ക് വളർത്താൻ പറ്റിയ മറ്റൊരു തരം ഇലച്ചെടിയാണ് നമ്മുടെ ഈ സിങ്കോണിയം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഓരോന്നിനും ഓരോ ഡിഫറൻസ് ഉണ്ട്, ഓരോ ഇലയ്ക്കും ഓരോ വ്യത്യാസമുണ്ട്. നമുക്ക് ഓരോന്നായിട്ടൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് എൻ്റെ കയ്യിലുള്ള ഒരു ഫസ്റ്റ് വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ്. ഇതിൻ്റെ പുതുതായിട്ട് വരുന്ന ഇലകളെന്ന് പറയുന്നത് ഒരു ക്രീമും ഗ്രീനും കലർന്നൊരു ലീഫാണ് വരുന്നത്. അതിൻ്റെ നടുക്കൂടെ നല്ല ഡാർക്ക് റെഡ് കളറിലെ വെയിൻസ് വരുന്നുണ്ട്. പിന്നെ അത് പയ്യെ കൊണ്ട് ഇലകൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ഡാർക്ക് ഒരു നല്ല ഗ്രീനായിട്ട് മാറുകയും ചെയ്യും. വളരെ ബുഷിയായിട്ട് വളരുന്നൊരു പ്ലാന്റാണ്. ഒരുപാട് ഹൈറ്റ് വെക്കുന്നതല്ല, ഒരു ഹൈബ്രിഡ് ഇനമാണ് കേട്ടോ. ഇനി അടുത്തൊരു വെറൈറ്റിയാണ് ഇത്. അപ്പോൾ ഇതിന് നല്ല നീളമുള്ളൊരു സ്റ്റമ്പും പിന്നെ ഒരുപാട് വലിയ ഇലകളല്ല, ചെറിയ ഷോർട്ടായിട്ടുള്ള റൗണ്ട് ലീവ്സാണ് കേട്ടോ ഇതിനുള്ളത്. ഒരു വൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. വൈറ്റും അല്ല, ഓഫ് വൈറ്റും അല്ല, ഒരു ഗ്രീൻ മിക്സ് ചെയ്തേക്കുന്ന ഒരു കളറാണ്. വളരെ ഭംഗിയായിട്ടുള്ള ഒരു ലീവ്സാണ് ഇതിനുള്ളത് കേട്ടോ. ഇതും ഒരുപാട് ഹൈറ്റ് വെക്കുന്നതല്ല, നല്ല ബുഷിയായിട്ട് വളരുന്നതാണ്. ചെടിച്ചട്ടി കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ നല്ല ഫാസ്റ്റ് ഗ്രോയിങ് പ്ലാന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അടുത്ത വെറൈറ്റിയാണ് ഇത്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് സിങ്കോണിയം ആരോ ലീവ്സ് എന്നാണ് ഇതിൻ്റെ വെറൈറ്റിയുടെ പേരെന്ന് പറയുന്നത്. നമ്മൾ മുമ്പ് കണ്ട 2 സിങ്കോണിയം വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇലയെന്ന് പറയുന്നത് നല്ല നീണ്ട ഒരു ആരോ വരയ്ക്കുന്നത് എങ്ങനെയാണോ അതുപോലെ നല്ല നീളത്തിലിരിക്കുന്ന ലീവ്സാണ് ഇതിൻ്റെ. ഇതും നേരത്തെ നമ്മൾ കാണിച്ച ആ ഒരു കളറുണ്ടല്ലോ, വൈറ്റ് അല്ല, ഓഫ് വൈറ്റ് അല്ല, ക്രീം വൈറ്റ് അല്ല, ആ ഒരു രീതിയിലുള്ള ലീവ്സാണ് നമ്മുടെ ഈ ആരോ ലീവ്സിനുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതും നമുക്ക് ചെടിച്ചട്ടി കവർ ചെയ്യുന്ന രീതിയിൽ വരുന്ന ഒരു ഫാസ്റ്റ് ഗ്രോയിങ് സിങ്കോണിയം പ്ലാന്റ് ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വെറൈറ്റിയുടെ പേരാണ് സിങ്കോണിയം ക്രീം അലൂഷൻ എന്ന് പറയുന്ന പ്ലാന്റ്. ഇത് എൻ്റെ ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് പ്ലാന്റ് എന്ന് വേണമെങ്കിൽ പറയാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിങ്കോണിയം പ്ലാന്റ് ആണ്. അതിൻ്റെ കളർ തന്നെയാണ് എൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഗോൾഡൻ പോത്തോസ് ഉണ്ടല്ലോ, ആ പോത്തോസിൻ്റെ ഒരു കളർ ഷെയ്ഡാണ് ഇതിന് വരുന്നത്. ഒരു യെല്ലോയും ഗ്രീനും ചേർന്നൊരു കളറുണ്ടല്ലോ, ആ കളറാണ് ഇതിന് വരുന്നത്. അപ്പോൾ തുടക്കത്തിൽ പുതുതായിട്ട് വരുന്ന ലീവ്സിൻ്റെ നടുക്കൂടെ നല്ല പിങ്ക് വെയിൻസ് വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്, ആ ഒരു അട്രാക്ഷൻ. പിന്നെ ഒരു ചെറിയ വൈറ്റും സൈഡിൽ ആ ഗ്രീൻ പോത്തോസിൻ്റെ ആ ഒരു കളറും എല്ലാം കൂടി ചേർന്നിട്ട് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സിങ്കോണിയം പ്ലാന്റ് ആണിത്. ഇതും ഹൈബ്രിഡ് ഇനമാണ്. ഒരുപാട് ഹൈറ്റ് വെച്ച് പോകുന്നൊരു പ്ലാന്റ് അല്ല, നല്ല ചെടിച്ചട്ടി കവറപ്പ് ചെയ്യുന്ന രീതിയിൽ വരുന്നൊരു ഇനമാണ് കേട്ടോ. അടുത്ത നമ്മുടെ വെറൈറ്റിയാണ് സിങ്കോണിയം മരിയ അലൂഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്. ഇത് നമ്മൾ മറ്റ് സിങ്കോണിയം വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായും ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഒരു റെഡിഷ് കളർ പോലെ വരുന്നുണ്ട്. അതെന്ന് പറയുന്നത് നമുക്കൊരു കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റാലിക് ഫിനിഷ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഗ്രീനും ആ ഒരു റെഡും കളർന്ന് വരുന്നൊരു കളറാണ് കേട്ടോ. അപ്പോൾ തുടക്കത്തിൽ പുതുതായിട്ട് വരുന്ന ലീവ്സിന് ഇത് കണ്ടോ, പുതുതായിട്ട് വരുന്ന ലീവ്സിന് ഒരു റെഡും ഗ്രീനും ഒരു നിറമാണ് വരുന്നത്. പിന്നെ അത് പയ്യെ കൊണ്ട് ഇതുപോലെ ഡാർക്ക് ഗ്രീനിലേക്ക് മാറും. വളരെ ഭംഗിയുള്ള ഒരു ഇനമാണ്. ഇതുണ്ടോ, ഞാൻ ഒരു ചെറിയൊരു തൈ കൊണ്ട് വെച്ചതാണ്. ആ ചെടിച്ചട്ടി കവർ ചെയ്യുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. ഞാനിതൊരു മൺചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇൻഡോറൊക്കെയാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള ഇൻഡോർ പോട്ട്സിൽ നമുക്കത് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടെ ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മളൊരു ആരോ ലീവ്സിൻ്റെ ഒരു പ്ലാന്റ്, സിങ്കോണിയം പ്ലാന്റ് പരിചയപ്പെട്ടില്ലേ, അതുപോലെ വരുന്ന ഒരു ആരോ ലീവ്സ് ഉള്ള സിങ്കോണിയം പ്ലാന്റ് ആണിത്. ഇതെന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കണ്ടത് തികച്ചൊരു ഓഫ് വൈറ്റ് എന്ന രീതിയിലുള്ള പ്ലാന്റ് ആയിരുന്നു. ഇതിനകത്ത് നല്ല ഡാർക്ക് ഗ്രീനും അതുപോലെ തന്നെ വൈറ്റും കൂടി മിക്സ് ചെയ്ത് വരുന്നൊരു കളറാണ് കേട്ടോ. അപ്പോൾ പുതുതായിട്ട് വരുന്ന ലീവ്സ് വ്യത്യാസമുണ്ട്. തികച്ചും ഒരു ലൈറ്റ് ഗ്രീൻ പോലെ വന്നിട്ട് സൈഡിൽ മാത്രം ഒരു ചെറിയ ഡാർക്ക് ഗ്രീൻ വരുന്നുണ്ട്. പക്ഷേ അത് പയ്യെ കൊണ്ട് തന്നെ ഇതുപോലെ നല്ല ഡാർക്ക് കളർ ലീവ്സായിട്ട് മാറിക്കൊണ്ടിരിക്കും.
വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വെറൈറ്റി എന്ന് പറയുമ്പോൾ സിങ്കോണിയം വെറ്റ്ലാൻഡി എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇത് ഞാൻ ഒരുപാട് അന്വേഷിച്ച് നടന്ന് എനിക്ക് കിട്ടിയൊരു പ്ലാന്റ് ആണ് കേട്ടോ. ചെറിയൊരു കുഞ്ഞൊരു തൈ ഞാൻ കൊണ്ടുവച്ചതാണ്. ഇപ്പോൾ നല്ല 2-3 ലീവ്സൊക്കെ വന്നിട്ട് നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ. മറ്റ് സിങ്കോണിയങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ലീവ്സ് എന്ന് പറയുന്ന ഒരു ബ്ലാക്കിഷ് ഗ്രീൻ എന്ന് വേണമെങ്കിൽ പറയാം. പെട്ടെന്ന് നോക്കി ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് പോലെ ഷെയ്ഡ് ഫീൽ ചെയ്യും, നടുക്കൊരു വൈറ്റ് വരുന്ന പോലെ. പക്ഷെ അല്ല, നല്ല ഡാർക്ക് ഗ്രീൻ. മറ്റ് സിങ്കോണിയങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ഡാർക്ക് ഗ്രീനാണ് സൈഡിലൂടെ വരുന്നത്. നടുക്കൊരു ബോൾഡായിട്ടുള്ള വൈറ്റ് ലൈൻസും വരുന്നുണ്ട്. ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. നല്ല നമ്മൾ നേരത്തെ കണ്ടില്ലേ ആരോ ഹെഡ് പ്ലാന്റ്, അതുപോലെ തന്നെ നല്ല നീണ്ടു വരുന്ന ലീവ്സാണ്. ഇതും ഒരുപാട് ബുഷിയായിട്ട് വളരുന്ന നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് കൂടിയാണ് കേട്ടോ. അപ്പോൾ അടുത്തതെന്ന് പറയുമ്പോൾ സിങ്കോണിയം പിക്സി എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് മറ്റ് നമ്മുടെ സിങ്കോണിയത്തിനെ അപേക്ഷിച്ച് ഇതൊരു ഡിഫറൻസ് ഉണ്ട്. കാരണം വെച്ചാൽ ബാക്കിയുള്ള സിങ്കോണിയം എന്ന് വെച്ചാൽ കുറേയൊക്കെ ക്ലൈമ്പിംഗ് ആയിരിക്കും, നമുക്ക് പടർത്തി വിടാൻ പറ്റുന്ന ഒരു ഇനങ്ങളാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് തികച്ചും ഡിഫറെൻ്റ് എന്ന് പറയുന്നത് തികച്ചും വലിയ പൂർണ്ണമായിട്ട് നല്ല മെച്ചുറായിട്ടുള്ള പ്ലാന്റ് ആയതിനു ശേഷം മാത്രമേ ഇത് ക്ലൈംബ് ചെയ്യത്തുള്ളൂ. അല്ലാതെ നമുക്ക് ഇതുപോലെ കണ്ടോ ഈ ഒരു ഹൈറ്റൊക്കെ വരത്തുള്ളൂ, ഇതുപോലെ നിന്ന് പിടിക്കത്തതേ ഉള്ളൂ. അപ്പം വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. മറ്റ് സിങ്കോണിയത്തിനെ അപേക്ഷിച്ച് ഏറ്റവും ചെറിയ ലീവ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ പിക്സി വെറൈറ്റി പറയാം കേട്ടോ. വളരെ ഭംഗിയാണ്. നല്ല ഡാർക്ക് ഗ്രീനും എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ട ഇതിനോളം വരത്തില്ലെങ്കിലും അത്യാവശ്യം ഡാർക്ക് ഗ്രീനും നടുക്കൂടെ വൈറ്റും വരുന്നൊരു ഇനമാണ്. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്. ഇത് ഞാനിപ്പോൾ ഒരു ഹാങ്ങിങ് പോട്ടിനകത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഹാങ്ങിങ് പോട്ടിനകത്തൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് തൂക്കിയൊക്കെ ഇടാനും നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് സിങ്കോണിയം podophyllum narrow-leaf എന്ന് പറയുന്നൊരു പ്ലാന്റാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ നമ്മൾ ചെറിയൊരു തൈ കൊണ്ട് വെച്ചത് ഇതിപ്പോൾ ചെടിച്ചട്ടി കവർ ചെയ്യുന്ന രീതിയിൽ ഒരു 4-5 പ്ലാന്റേ വന്നിട്ടുള്ളെങ്കിലും കണ്ടോ അടിപൊളിയായിട്ട് നിറച്ചും കവറപ്പ് ചെയ്യുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. ഇതും ഞാനൊരു ഹാങ്ങിങ് ഒരു ബാസ്ക്കറ്റിലാണ് ഇട്ടിരിക്കുന്നത്. വളരെ ഭംഗിയാണ് ഈ പ്ലാന്റ് കാണാൻ. നമുക്ക് സൈഡിലൂടെ നല്ല ഡാർക്ക് ഗ്രീൻ വന്നിട്ട് നടുക്കൊരു സിൽവർ കളർ വന്നിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഒരു എന്താ പറയുന്നത്, ഒരു ഇങ്ങനെ തൊടുമ്പോൾ ഒരു ശബ്ദം ഉണ്ടല്ലോ, ആ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. ഈ പ്ലാന്റ് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ. കണ്ടോ. അടുത്തൊരു വെറൈറ്റിയാണ് സിങ്കോണിയം നിയോൺ റോബസ്റ്റ എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി. ഇത് മറ്റ് നമ്മൾ സിങ്കോണിയം വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിന് തികച്ചൊരു പിങ്ക് ലീവ്സാണ് വരുന്നത്. അപ്പോൾ പുതുതായിട്ട് വരുന്ന ലീവ്സ് എന്ന് പറയുമ്പോൾ നല്ല പിങ്ക് ഷെയ്ഡായിരിക്കും. നമ്മൾ കുറേ പേരെങ്കിലും ഇതൊക്കെ ഈ പേരുകളൊക്കെ പഠിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനും കഷ്ടപ്പെട്ടാണ് എൻ്റെ പേരൊക്കെ പഠിച്ചത്. അപ്പോൾ പലരെങ്കിലും പറയുന്ന പിങ്ക് സിങ്കോണിയം എന്നായിരിക്കും പറയുന്നത്. അപ്പോൾ നല്ല പിങ്ക് ആയിട്ടുള്ള ലീവ്സാണ് അതിനുള്ളത്. പക്ഷേ അത് കുറച്ചുകൂടെ എന്ന് വെച്ചാൽ പുതിയ ലീവ്സിന് പിങ്കും കുറച്ചുകൂടെ പഴകും തോറും നല്ല ഗ്രീൻ ആയിട്ടുള്ള ലീവ്സായിട്ട് മാറുകയും ചെയ്യും കേട്ടോ. ഇതിൻ്റെ എല്ലാം ഞാൻ തൈകൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കും. ഇതൊക്കെ കുഞ്ഞു തൈകളാണ്. അപ്പോൾ മൺചട്ടിയിലാകുമ്പം ഇതിനെപ്പോഴും ഒരു തണുപ്പ് നിൽക്കുക, അതുകൊണ്ട് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അടുത്തതെന്ന് പറയുമ്പോൾ സിങ്കോണിയം വൈറ്റ് ബട്ടർഫ്ലൈ എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ്. ഇത് നമുക്ക് ഒരുപാട് പേര് പറമ്പുകളിലൊക്കെ ഉള്ളത് പറിച്ചെടുത്ത് വെക്കാറുണ്ടല്ലേ. ഇത് ഇഷ്ടംപോലെ നമ്മൾ പറമ്പുകളിലൊക്കെ കാണാറുണ്ട്. ഞാൻ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. ഞാനിത് കാശ് കൊടുത്ത് തന്നെ മേടിച്ച് വെച്ചത് കേട്ടോ. പക്ഷേ ഒരുപാട് ഇടങ്ങളിൽ ഇത് അയ്യത്ത് ചുമ്മാ വളർന്ന് കിടപ്പുണ്ട്. അപ്പോൾ ആ ഒരു ഇനമാണ്. തികച്ചും നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നൊരു വെറൈറ്റി സിങ്കോണിയാണിത്. ഇത് നല്ല രീതിയിൽ ക്ലൈംബ് പോകുന്നൊരു കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ക്ലൈംബ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇതാണ്ടോ, ഇത് ഞാൻ നല്ല രീതിയിൽ ഇങ്ങനെ പടർന്നു വന്നപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ ഇതുപോലെ ഒരു പൈപ്പിനകത്ത്, ഞാൻ ഇത് വേസ്റ്റ് വന്ന പൈപ്പിനകത്ത് ഇതുപോലെ ചകിരിക്കയർ കെട്ടിയിട്ടാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പറ്റി പിടിച്ച് നല്ല രീതിയിൽ പടർന്ന് കയറി നല്ല രീതിയിൽ നിൽക്കും. അതിന് വേണ്ടിയിട്ട് ഇത് കയറ്റി വിട്ടേക്കുകയാണ്. അപ്പോൾ അതല്ല നിങ്ങൾക്ക് ഇത് പടർത്തണ്ട എങ്കിൽ ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് വരുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ രീതി എന്ന് പറയുന്നത് തന്നെ ഇതുപോലെ ചെറിയ ഒരു വേര് വരുന്നത് ഭാഗം, ഒരു നോഡ് വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ കട്ട് ചെയ്ത് പുതിയ പ്ലാന്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അല്ല എങ്കിൽ ഇതുപോലെ പടർത്തി വിട്ട് നല്ല ഭംഗിയായിട്ട് ഇൻഡോർ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ രീതിയാണ്. പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് ചെറിയ തൈകൾ വരും, അത് പറിച്ച് മാറ്റി വെച്ചും പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാം. അല്ല നമ്മൾ നമ്മൾ മണി പ്ലാന്റ്സിന് ചെയ്യുമല്ലോ, ചെറിയ ഓരോ വേരുകൾ വരുന്ന ഓരോ നോഡിയും നമുക്ക് കട്ട് ചെയ്തും പുതിയ പ്ലാന്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും മണി പ്ലാന്റിനകത്ത്. അതുപോലെ തന്നെ നമുക്ക് സിങ്കോണിയത്തിനകത്തും ആ ഒരു മെത്തേഡ് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും.
സാധിക്കും. ഒരുപാട് വെള്ളം വേണ്ട ഒരു ചെടിയല്ല നമ്മുടെ സിങ്കോണിയം എന്ന് പറയുന്നത്. അതിൻ്റെ മുകൾ ഭാഗം മേൽമണ്ണ് ഡ്രൈ ആവുന്നതനുസരിച്ച് മാത്രം കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യം മാത്രമേ വരുന്നുള്ളൂ. നമ്മൾ മറ്റ് ചെടികളും പച്ചക്കറികളും ഒക്കെ വെക്കുന്ന രീതിയിലുള്ള വളപ്രയോഗത്തിൻ്റെ കാര്യം നമ്മുടെ ഈ സിങ്കോണിയം പ്ലാന്റ്സിന് ഇല്ല. വളരെ കുറച്ച് മാത്രം മതി, നല്ല രീതിയിൽ ചെടികൾ വളർന്നു വന്നോളൂ കേട്ടോ. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ മണ്ണും ചാണകപ്പൊടിയും അതിൻ്റെ കൂടെ കുറച്ച് ചകിരിച്ചോറും കൂടി യൂസ് ചെയ്യും. ആ ഒരു മണ്ണിന് കുറച്ചുകൂടെ ഇളക്കം കിട്ടാനും ആ ഒരു തണുപ്പ് ഫീൽ ചെയ്യും, ചെടിക്ക് തണുപ്പ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് കുറച്ച് ചകിരിച്ചോറും കൂടി യൂസ് ചെയ്യാം. ഇത് മാത്രം മതി നമ്മുടെ ഈ സിങ്കോണിയം പ്ലാന്റ് നട്ട് വളർത്താൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള പോട്ടിംഗ് മിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എയർ പ്യൂരിഫൈങ് പ്ലാന്റാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡോറൊക്കെ വെച്ച് കഴിയുമ്പോഴായാലും ഔട്ട്ഡോർ വെച്ച് കഴിയുമ്പോഴായാലും ഈ പൊല്യൂട്ടൻസ് മാലിന്യങ്ങളെ വലിച്ചെടുത്തിട്ട് നമ്മൾ ഈ ഇലവഴി സിങ്കോണിയത്തിൻ്റെ ഇലവഴി ആ ചെടിയെ വലിച്ചെടുത്തതിന് ശേഷം അത് വേരുകളിൽ കൊണ്ടുചെന്ന് ന്യൂട്രിയൻസ് ആയിട്ട് മാറ്റാനുള്ള കപ്പാസിറ്റി നമ്മുടെ ഈ സിങ്കോണിയം പ്ലാന്റ്സിനുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡോറിൽ ബാൽക്കണിയിലോ ബെഡ്റൂംസിലോ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ സിങ്കോണിയം പ്ലാന്റ് സെറ്റ് ചെയ്ത് വെക്കാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റ്സ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും സിങ്കോണിയം പ്ലാന്റ് വേണമെന്ന ആഗ്രഹമുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പറായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അത് സെയിലിന് വേണ്ടിയിട്ട് ഈ പ്ലാന്റ്സ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. പിന്നെ ഇന്നത്തെ ഈ സിങ്കോണിയം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.